ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായേണ്ടത്. ഇതൊരു റൂബിക്സ് ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ അതുപോലെ തന്നെ ഒരു കളർ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മുടെ അന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായി ഞാൻ ഇതൊന്ന് ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ആണ്, പിന്നെ ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഗ്രീൻ, റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആയിരിക്കും. ഈ നടുക്കത്തെ കളർ ഒരിക്കലും ചേഞ്ച് ആവില്ല കേട്ടോ. അപ്പം നമുക്കിത് യെല്ലോയുടെ ചുറ്റും പ്ലസ് ആയിട്ട് വരണം. അപ്പം നമുക്ക് പ്ലസ് ആക്കാം. ഇത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കളറൊന്ന് ഒപ്പാക്കണം. ബ്ലൂ എന്നിട്ട് ഒപ്പാക്കിയിട്ട് താഴേക്ക് തിരിക്കുക. അപ്പോൾ ആ വൈറ്റ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ളത് ചെയ്യാം. പക്ഷേ കളറ് ഒപ്പാക്കണം കേട്ടോ, എഡ്ജ് പീസിലെ കളറ്. എന്നിട്ടാണ് തിരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഞാനിത് ഫുള്ളായി സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടില്ല കേട്ടോ, പഠിക്കണം. എന്നിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടി അങ്ങോട്ട് താഴേക്ക് തിരിക്കുക. അപ്പോൾ ആ വൈറ്റ് ഫുള്ള് ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 4 കോർണർ പീസിൽ വൈറ്റ് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ഈ വെള്ളപ്പണി. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് എടുക്കുന്നുണ്ട്. ആ വൈറ്റിനെ ഇവിടെ റെഡാണല്ലോ, ആ റെഡിനെ മിഡിൽ റെഡായിട്ട് മാച്ച് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ പൊക്കുമ്പോൾ അത് ഇങ്ങോട്ട് ആയി പോകട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ റെഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ആ വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടി ഇവിടെയും കൂടി ഈ 3 കോർണറിൽ വൈറ്റ് കൊണ്ടുവരണം. അപ്പോൾ ആ വൈറ്റ് ഇവിടെ എടുക്കേണ്ടി വരണം. ഇത് ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്യുക. ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ട് അപ്പ് ലെഫ്റ്റ് ഡൗൺ. ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ച് വെക്കണം കേട്ടോ. ഇത് ഈ വൈറ്റ്, ഇനി ഓറഞ്ചിന് അവിടെ നിന്ന് ലെഫ്റ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ ഡ്രോൺ ചെയ്യുക. ഇനി നമ്മുടെ ഗ്രീൻ അപ്പ് ലെഫ്റ്റ് ഡൗൺ. അപ്പോൾ ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിയിലത്തെ കളറും. അപ്പോൾ എല്ലാവർക്കും നന്ദി കണ്ടതിന്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.